ചേച്ചിയെ നല്ല മരുമോനിന് കണ്ണി കാണാൻ കിട്ടില്ല. ആ എന്തൊരു സ്നേഹമാണെന്നറിയോ. സൂമാവുന്നില്ല. എന്തായാലും കൊള്ളാം. ഇതാ സുനോബ് വാട്സപ്പിൽ അയച്ചു തന്നത്. ഞാൻ അറിയാണ്ട് തൊട്ടുപോയതാ. അവന് വേറെ പണിയില്ല. ഞാൻ എന്തൊക്കെ കാണാറുണ്ടാ? എനിക്ക് ഇഷ്ടമല്ല. എന്നിട്ട് നോക്കണേ വാട്സപ്പിൽ നിനക്ക് അറിഞ്ഞോടാ തൊട്ട് കഴിഞ്ഞാൽ അപ്പൊ പ്ലേ ആവില്ലേ? ഡിലീറ്റ് ചെയ്തോ? തൽക്കാലം സുനോബിന്റെ പേര് രക്ഷപ്പെട്ടു. ആ മൂട പോയി. എന്ത് ദുരിതാന്ന് പറഞ്ഞേ. ചേട്ടാ ചോന വന്നില്ലേ? നല്ല മത്തിക്കറി ഉണ്ട്. മത്തിയ അതെ. കറിയൊക്കെ നിങ്ങൾ എന്തെങ്കിലും മേടിച്ചെന്നണ്ട. ഇത്തിരി പരിപ്പിക്കണ്ട, അത് കുത്തി കാച്ച. എന്തെങ്കിലും കാച്ച. ഓ നമ്മുടെ മരുമോനുള്ള അത്ര ശരിയല്ലെന്ന് തോന്നുന്നുണ്ട്. നിങ്ങളെ ശരിയില്ലാത്തത് വെറുതെ കൊച്ചിന്റെ കുറ്റം പറഞ്ഞ എന്റെ അടുത്ത് വന്നാലുണ്ടല്ല. അവനെ പൊന്നു പോലെ അവളെ നോക്കണത്. കാര്യണ്ടെന്ന് നിങ്ങളെ അവനെ കണ്ടുപിടിക്കും. ഭാര്യമാരെ എങ്ങനെ ഭർത്താക്കന്മാരെ നോക്കണേന്ന്. അവനെ വേറെ കണക്ഷൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അതെങ്ങനെയാ ഫുൾ ടൈം മറ്റുള്ളവരെ കുറ്റം നോക്കി നടക്കലല്ലേ? മനുഷ്യ എന്നാ ശരി. ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഒക്കെ കഴിഞ്ഞാ? നീ ഇല്ലാതെ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ? കൊഴക്കനത് മനസ്സിലായില്ലേ? ദോശ. ദോശയാണോ? തന്തയുടെ മോളനെ വിവരമില്ല. ചേട്ടാ ആര്? രാജി. രാജി ഇതാ രാജേഷില്ലേ? രാജേഷ് നമ്മുടെ കപ്പലിലെ മറ്റേ കപ്പിത്താൻ രാജേഷ്. അവനാണത്. അവനൊരു ഷോർട്ട് ഫോമാണ് രാജി. നീ സംശയത്തോളം ഞങ്ങളെ പെണ്ണുള്ളത് പിന്നാണെന്നാണോ? അങ്ങനെ കഴിച്ചേടാ ഇവിടുന്ന് ആത്മാർത്ഥയ്ക്ക് വരിയില്ലേ? ഞാനൊന്നും പറയണ്ട.
എന്തെങ്കിലും ചെയ്ത് അത് രാജേഷ് തന്നെയാണോ? രാജേഷിനെ പറ്റി എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. നല്ല ഡൗട്ട് അടിച്ചിട്ടുള്ള കിടപ്പാ. ലക്ഷ്മി, കുറെ നാളായില്ലേ ഞാൻ ഗിഫ്റ്റ് ഒക്കെ തന്നിട്ട്. എന്താ തുറന്നു നോക്ക്. ഗിഫ്റ്റാ? ആഹാ, പാസരം മണിയൊക്കെ ഉണ്ടല്ലോ. താങ്ക് യു ചേട്ടാ. ഈ പാത്രത്തിൻ്റെ ഗുണം നിന്നെക്കാളും നന്നായിട്ട് എനിക്കാണ് മോളെ. ചേച്ചി അവനവർക്ക് പാസരം മേടിച്ചു കൊടുത്തുന്ന്. ആ ഇവിടെ വരുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നല്ലൊരു ഒരു പൊട്ട് പോലും വാങ്ങിച്ചു തന്നിട്ടില്ല. നമ്മുടെ വിധി അല്ലാണ്ട് എന്താ? അതിനെ കൊണ്ട് വലിയ ഇടങ്കേറായില്ല. അമ്മ, ആ മോനാ, ഒരു സെക്കൻഡ് കൊച്ചേച്ചി. അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ്. അവിടുത്തെ ഒരു പാത്രം മേടിച്ചു അമ്മയ്ക്ക് മേടിച്ചിട്ടു. എനിക്കോ? പാത്രം അടിച്ചു വിളിക്കുന്നു. കൊച്ചേച്ചി അവ എനിക്കും പാത്രം വാങ്ങിച്ചു തന്നു. വേണ്ട, എനിക്ക് എന്റെ പരിമാണം മേടിച്ചെന്ന പാർസലം. അരഞ്ഞാണ് മേടിച്ചാലത് ഭാഗ്യം. കല്യാണം കഴിഞ്ഞ് ഇത്ര വർഷങ്ങളായിട്ട് എന്തിട്ട് പെണ്ണാക്കാൻ നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു തന്നത്? അല്ലെങ്കിൽ നിനക്ക് പെണ്ണാക്ക ഫസ്റ്റ്. ഈ ചെക്കനെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ. ഫോൺ എടുക്കാത്ത കുറെ നേരമില്ല. ഹലോ, ഇത് ഫോൺ എടുക്കാത്ത ഞാൻ കുറെ നേരം വിളിക്കുന്നേ. ആഹാ, നമ്മുടെ കല്യാണ ഫോട്ടോ ഒക്കെ ഉള്ള ആ, നല്ല കുട്ടിയായില്ലോ. മിടുക്ക്. ഹലോ. എത്ര നാളായി കണ്ടിട്ട്? വാ ഇരിക്ക്. കൊറേ നാളായില്ലേ നിന്നെ കണ്ടിട്ട്, അപ്പൊ ഒന്ന് കാണാന്ന് വിചാരിച്ചു. എന്തായാലും നന്നായി. ഇനി പറ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എന്റെ ഗൾഫിലെ ഹസ്ബൻഡ് എന്ത് പറയണു? എന്ത് പറയാനാ, പുള്ളിക്ക് ഒരു 6 മാസം കൂടുമ്പോ 15 ദിവസം ലീവ് കിട്ടും. എപ്പോഴും തിരക്കാന്നേ. പിന്നെ എന്റെ ഷിപ്പിലെ ഹസ്ബൻഡ് എന്ത് പറയണു? ആ, ഇതൊക്കെ തന്നെ. പുള്ളി 6 മാസം കൂടുമ്പോ 15 ദിവസത്തെ ലീവിന് വരും. പുള്ളിക്കും എപ്പോഴും തിരക്കാന്നേ. ഇത് എന്റെ പാചകം പോലെ തന്നെ ഉണ്ടല്ലോ. എവിടെ നിന്ന് നോക്കട്ടെ? ശരിയല്ലോ, ഇത് എന്റെ പാസറെ പോലെ തന്നെ ഉണ്ടല്ലോ. ഇത് ചേട്ടൻ ഗൾഫിൽ നിന്നപ്പോ കൊണ്ടുവന്നാ. ആണോ? ഇതെനിക്കിപ്പോ ചേട്ടൻ മേടിച്ചെന്താ? ആ, അപ്പൊ ആള് ലീവിന് വന്നിട്ടില്ലേ? ആടി, അടുത്ത ആഴ്ച പോ. ആ, എന്റെ ആൾ അടുത്ത ആഴ്ച വരും. 2 ആഴ്ചയല്ലേ ഉള്ളൂ. ലക്ഷ്മി, കുളിക്കാൻ പോകുന്നേ. അവിടെ ഉണ്ടല്ലോ. ഒരു സാധനം ഇവിടെ നോക്കി. നിങ്ങളെന്താ ഇവിടെ? ആ, ചേട്ടൻ അറിയോ? നിങ്ങൾ ഇനി പരിചയോ? ഇതാണോ നിന്റെ ഷിപ്പിലുള്ള ഭർത്താവ്? ആ, അല്ലേ? ഷിപ്പിലല്ലേ? ഇതന്നെയാണ് എന്റെ ദുബായിലുള്ള ഭർത്താവ്. കൊച്ചേച്ചി ഫോൺ വെച്ചോ, എനിക്കൊരു ചപ്പാത്തി പരത്താനുണ്ട്. ഇന്ന് അവനെ ഞാൻ ഒരു കയ്യബന്ധം. 6 മാസത്തെ ജോലി എന്ന് പറഞ്ഞ പോയിട്ട് ഇതല്ലേ പരിപാടി? ഒരു മിനിറ്റ്. ഇതിവിടെ ഉണ്ടായിരുന്നോ? ഓ, അയ്യോ. തക്കാൻ പഠിച്ചാ പോരാ, നിക്കാനും പഠിക്കണം. ലേഡീസ്, നീ നിങ്ങൾ ചാമ്പിക്കോ. ഒരു സംശയമുണ്ട്. സത്യത്തിൽ നിങ്ങൾക്ക് എത്ര പരിമാരുണ്ട്? നിങ്ങൾ രണ്ടെണ്ണം ഉള്ളൂ, വേറെ ഇല്ല. ഒന്നുമില്ലാന്നോ? സത്യം പറഞ്ഞോ? നിങ്ങളുടെ ഫോൺ ഇപ്പൊ ഞാൻ ചെക്ക് ചെയ്യും. അതോടെ നിങ്ങൾ തീർന്ന്. ഒരെണ്ണം കൂടിയുണ്ട്, 3. 3? അത് പോരല്ലോ. സത്യം പറഞ്ഞോ? 14 ഹരണം 2 7. അത്രേ ഉള്ളൂ. 14 കണ്ടിട്ടുണ്ടാ? അതെന്ത് കണക്കത്? അതെന്ത് കണക്കത്? അത് ഈ ഓരോ ജില്ലയും തമ്മിലൊരു ഗ്യാപ്പ് ഇട്ടതാ, കൂട്ടി മുട്ടാതിരിക്കാൻ. എന്നിട്ടും ഓ, ഭാര്യമാര് തമ്മിൽ
കൂട്ടിമുട്ടാതിരിക്കാൻ ജില്ല ക്യാപ്പ് അല്ലേ? ഡീ, ഇനി ഒരുത്തിനെ വരെ കൂട്ടിമുട്ടിപ്പിക്കരുത്. ആ ഇവനോ നാട് നിങ്ങളെ പെണ്ണും കെട്ടി നടക്കണ നിന്നെ പിന്നെ തമ്പുരാണ്ട് വിളിക്കാടാ. ഇവനോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഇനി ഒരു പെണ്ണിനെ കല്യാണം കഴിക്കരുത്. എന്റെ കല്യാണ സൗകര്യം ഉടച്ചോളഞ്ഞേക്ക്.